എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ പോലും അവരുടെ അൺഒഫീഷ്യൽ ചാനലായിട്ടുള്ള കൈരളി TV കൂടുതലായിട്ട് കാണാത്തത് നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ നാട്ടിലെ ന്യൂസ് ചാനലുകൾ തമ്മിലുള്ള ബാർക്ക് റേറ്റിംഗിൽ അതിന്റെ റാങ്കിങ്ങിലൊക്കെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വലിയ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റാങ്കിങ്ങിൽ ഒരു കാലത്ത് മൊണോപോളി ആയി നിന്നിരുന്ന ഏഷ്യാനെറ്റും മനോരമയൊക്കെ ഇങ്ങനെ ആടി ഉലയുന്നത് നമ്മൾ കാണുന്നു. ഇത് അവരുടെ ന്യൂസ് റിപ്പോർട്ടിംഗ് കൊണ്ട് മാത്രമുള്ള പ്രശ്നമാണെന്ന് നിങ്ങൾ കരുതുന്നു, അല്ലെങ്കിൽ അവരൊക്കെ തീർത്തും ബയാസ്ഡ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ടാണ്? ഒരിക്കലും അല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ആളുകൾ കണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ആ ചാനലിന്റെ ഡിസൈനും ആ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂസിന്റെ വിഷ്വൽസിന്റെ ക്വാളിറ്റിയും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് റിസെന്റ് നമ്മുടെ നാട്ടിൽ 24 ന്യൂസും അതുപോലെ റിപ്പോർട്ടർ ന്യൂസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ചെയ്യുന്നത് കൊണ്ടാണ് അവർ മുൻപന്തിയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആളുകൾ ഇത് കണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വിഷ്വൽ ട്രീറ്റ് നമ്മൾ കൊടുത്തിരിക്കണം. അത് VFX ആയിട്ടും ഓഗ്മെന്റൽ റിയാലിറ്റി ആയിട്ടും ഒക്കെ അവതരിപ്പിക്കേണ്ടതുണ്ടാവും. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. നമ്മുടെ മനോരമ കുറച്ച് മുമ്പ് ഒരു ഓഗ്മെന്റൽ റിയാലിറ്റി സ്പേസിലേക്ക് മാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ വിഷ്വൽ വളരെ ട്രോളായി മാറിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഞാൻ കൈരളി TV ആദ്യം എടുത്തു പറഞ്ഞത് തന്നെ കൈരളിയിലെ ന്യൂസ് ഒക്കെ വളരെ സ്ട്രെച്ച് ചെയ്തിട്ട് ഒരാളെയൊക്കെ ഇങ്ങനെ നിർത്തി വലുതാക്കിയിട്ടുള്ള രൂപത്തിലൊക്കെ ന്യൂസ് കാണുമ്പോൾ ആ ന്യൂസിൽ കാമ്പുണ്ടെങ്കിൽ പോലും അത് കണ്ടിരിക്കാൻ നമുക്കൊന്നും തോന്നാറില്ല. അപ്പൊ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടം ആ ചാനലിനെ അവോയ്ഡ് ചെയ്യുമ്പോൾ ആ ചാനലിന്റെ വ്യൂവേഴ്സ് കുറയുന്നു. ആ ചാനലിൽ എത്ര വലിയൊരു ആങ്കറിനെയും എത്രയും വലിയൊരു ടീമിനെയും കൊണ്ട് ആ ചാനൽ മുന്നോട്ട് പോയി കഴിഞ്ഞാലും ആളുകൾ ആ ടീമിനെ കാണാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അതിനൊരു പക്ഷെ നമ്മളെ ലോഗോ വരെ റീബ്രാൻഡ് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ സജഷൻ.